വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. 5-ാം നൂറ്റാണ്ടിൽ വാക്കുകൾക്ക് സ്വർണ്ണത്തിളക്കമുണ്ടായിരുന്ന വിശുദ്ധ പീറ്റർ ക്രിസോൾഗസ് എന്നൊരു വലിയ വിശുദ്ധനുണ്ടായിരുന്നു. ഇറ്റലിയിലെ ഇമോളയിൽ ജനിച്ച അദ്ദേഹത്തെ ദൈവം പ്രത്യേകമായൊരു ദർശനത്തിലൂടെ ബിഷപ്പാകാൻ തിരഞ്ഞെടുത്തു. പോപ്പ് സിക്സ്റ്റസ് മൂന്നാമൻ ഇത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ റാവന്നയുടെ ബിഷപ്പാക്കി. ഇത് ദൈവഹിതമായിരുന്നു. ബിഷപ്പായ ശേഷം സഭയിലെ തെറ്റായ ചിന്തകൾക്കെതിരെയും പാഷണ്ഡതകൾക്കെതിരെയും അദ്ദേഹം ധീരമായി പോരാടി. യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്ന സത്യം അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ചെറുതും ലളിതമായിരുന്നെങ്കിലും വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർണ്ണവാക്കുള്ളവൻ എന്ന പേര് ലഭിച്ചത്. ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ഈ പ്രസംഗങ്ങൾ സഹായിച്ചു എന്ന് വേണം പറയാൻ. പ്രാർത്ഥന, ഉപവാസം, ദയ എന്നീ 3 കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയത്. ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ലെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നല്ലൊരു ജീവിതം നയിക്കാൻ അദ്ദേഹം പ്രായോഗികമായ ഉപദേശങ്ങൾ നൽകുന്നു. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉപവസിക്കുക, ഉപവസിക്കുന്നുവെങ്കിൽ ദയ കാണിക്കുക. മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 450 ജൂലൈ 31-നാണ് അദ്ദേഹം ഇറ്റലിയിലെ ഇമോളയിൽ മരണപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അസാധാരണമായ ഒരു സംഭവവും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത്ഭുതകരമായ സാഹചര്യങ്ങൾ എന്നൊന്നും രേഖകളിൽ വ്യക്തമല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അധികം രേഖപ്പെടുത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശക്തമായ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും സഭയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിശുദ്ധരുടെ ജീവിതം മാത്രമല്ല, അവരുടെ മരണം പോലും നമ്മെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. പീറ്റർ ക്രിസോൾഗസിന്റെ മരണം ദൈവസന്നിധിയിലേക്ക് ചേർന്ന ആനന്ദകരമായ യാത്രയായിരുന്നു എന്ന് വേണം പറയാൻ. 1729 അദ്ദേഹത്തിന്റെ ആത്മീയ ജ്ഞാനത്തെയും ശക്തമായ പ്രസംഗങ്ങളെയും മാനിച്ച് പാപ്പ ബെനഡിക്ട് 13-ാമൻ അദ്ദേഹത്തെ ചർച്ച് ഡോക്ടർ അഥവാ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്നറിയപ്പെടുന്ന വിശിഷ്ട ബഹുമതിയിൽ ആരാധിക്കുകയും സാർവത്രിക സഭയുടെ ഗുരുവായി അംഗീകരിക്കുകയും ചെയ്തു. ദൈവവിളിയോടുള്ള വിശ്വസ്തതയും വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടവും പ്രാർത്ഥന, ഉപവാസം, ദയ തുടങ്ങിയ ലളിതമായ സദ്ഗുണങ്ങളിലൂടെയുള്ള ജീവിതവുമാണ് വിശുദ്ധ പീറ്റർ ക്രിസോൾഗസിനെ ഒരു വിശുദ്ധനാക്കിയത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പീറ്റർ ക്രിസോൾഗസ് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായി അല്ലെങ്കിൽ ചെയ്ത ഒരു വ്യക്തിയാണ് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരുന്നു. പക്ഷേ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചാൽ, ലളിതമായ ജീവിതം നയിക്കാൻ തയ്യാറാണെങ്കിൽ, അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിൽ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥനയില്ലാതെ വിശുദ്ധിയില്ല, ഉപവാസമില്ലാതെ ആത്മാവില്ല, ദയയില്ലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധ്യവുമല്ല. നമ്മളൊക്കെ സാധാരണക്കാർ തന്നെയാണ്. പക്ഷേ ദൈവം ഇഷ്ടപ്പെടുന്ന വഴിയിൽ നടക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധരാക്കും. പീറ്റർ ക്രിസോൾഗസ് പോലെ നാം ദൈവഹിതം അന്വേഷിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെയും യോഗ്യ ഉപകരണങ്ങളാക്കി മാറ്റും. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നാം നടക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിച്ച് അനേകരുടെ ആത്മാക്കൾക്ക് ആശ്വാസം പകരും. എന്നാൽ പീറ്റർ ക്രിസോൾഗസ് ഇന്നും നമ്മളോട് ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്: മകനെ, മകളെ, നീയും വിശുദ്ധനാകാൻ തയ്യാറാണോ? ചിന്തിക്കുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.